ഇത്രയും നാൾ നമ്മൾ രേണു സുധീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് നമുക്കറിയാം ആഷി, അതുപോലെ തന്നെ ദീപ്തി കല്യാണി, അങ്ങനെ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ശ്രീലക്ഷ്മി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു പുതിയതായിട്ട് ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു വ്യക്തി എത്തിയിട്ടുണ്ട്, നമ്മുടെ സരിത. അതായത് പുള്ളിക്കാരി എന്താ പറയുക, ഇത്രയും നാളും നല്ല മറ്റേ ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇതുപോലെ റിയാക്ഷൻസ് വീഡിയോസും അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ദ ഫസ്റ്റ് റിയാക്ഷൻ തന്നെ നമ്മുടെ ഷഫീന ബീബിക്കെതിരെയാണ്. ബിക്കോസ് ഓഫ് രേണു സുധിക്ക് സപ്പോർട്ടായിട്ട് ഷഫീന ബീബിക്കെതിരായിട്ടാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് വീഡിയോ ആണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെഗ്മെൻറ്റും കൂടെ അവരുടെ യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ ഞാൻ അതിൻ്റെ കുറച്ച് സെക്ഷൻ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. അപ്പം അത് കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വരൂ. രേണുസുതി മാത്രം ഒന്നിച്ചിരി പൊക്കിയാൽ, ഒന്ന് പാവാട പൊക്കിയാൽ, ഒച്ചിരി ക്ലീവേജ് ഒരു അറ്റം കാണിച്ചാൽ, സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇച്ചിരി ഒരു കുട്ടിനിക്കർ ഇട്ടാൽ അത് നിങ്ങൾക്ക് പ്രശ്നമാണ്. രേണുസുതി മാത്രമാണോ അവർ ചോദിക്കുന്ന പോലെ സബ്സ്ക്രിപ്ഷൻ എടുത്ത ഒരേ ഒരു വ്യക്തി? അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ഫുള്ളി നമ്മുടെ രേണു സുധിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം ഈ വീഡിയോ ഞാൻ മുഴുവനായിട്ടൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഇവരുടെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് കൊടുത്തത്. അപ്പം ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ തന്നെ എനിക്കെന്താണ് അതിൽ പറയാനുള്ള കാര്യങ്ങളും അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇവർ ഫുള്ളി നമ്മുടെ രേണു സുധീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഷഫീന ബീബിനെ എതിർത്തുകൊണ്ടുമാണ് സംസാരിക്കുന്നത്. ആക്ച്വലി ഷഫീന ബീബി എന്ന് പറയുന്ന ഒരാൾ ഈ രേണു സുധിയുടെ കുറേ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിൽ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ എതിർത്ത് നിൽക്കുന്നത്. അതായത് DNA പരിശോധിക്കണം എന്ന് പറഞ്ഞു നമ്മുടെ ഋതപ്പൻ്റെ, രേണുവിൻ്റെ മോൻ്റെ. അതിനോട് മാത്രം ഞാൻ എതിർക്കുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് ലേറ്റസ്റ്റ് ആയിട്ടൊരു ചാറ്റിൻ്റെ കാര്യമാണെങ്കിൽ പോലും അതുപോലെ തന്നെ രേണുവിൻ്റെ പല കാര്യങ്ങളും നമുക്കറിയാം ഷഫീന ബീബിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇപ്പം നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ട് രേണു സുധി എന്താ പറയുക, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം റീച്ചിന് വേണ്ടിയിട്ട് സുധിച്ചേട്ടൻ്റെ സംഭവങ്ങൾ അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ വെച്ചിട്ട് റീച്ചിന് വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം തന്നെ അത് മുകളിൽ കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് സുധിച്ചേട്ടനെ സപ്പോർട്ട് സുധിച്ചേട്ടൻ്റെ പേര് കൊണ്ടൊന്ന് ഞാൻ റീച്ച് കൊണ്ടുവരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. എന്താടാ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചവർക്ക് അത് വെച്ചിട്ട് തലക്കെട്ടിൽ കൊടുത്തിട്ട് ഇപ്പോൾ റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ രേണു സുധി റിപ്ലൈ കൊടുക്കാത്ത ആൾക്കാർ, അതായത് എന്താ പറയുക, ഷഫീന ബീബി ചോദിച്ച കുറച്ച് കാര്യങ്ങൾക്കും, അതായത് നമ്മുടെ ചാറ്റ് ഈയിടെയായിട്ടൊരു ചാറ്റ് ലീക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. പിന്നെ ഹനാൻ ഒരു അബോർഷൻ കേസ് പറഞ്ഞിരുന്നു, അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യത്തിനും എക്സ്പ്ലനേഷനായിട്ട് ഓടി വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ മാത്രം എക്സ്പ്ലനേഷൻ ഇല്ലാത്തപ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത്? നമ്മുടെ ചേച്ചി ആദ്യമായിട്ട് പറയണം. അതാണ് ദ ഫസ്റ്റ് ആൻസർ ചേച്ചി തരേണ്ടത്. പിന്നെ ചേച്ചി പറഞ്ഞു കുറേ പാവം കുറേ വിധവകളുടെ എന്താ പറയുക, വിധവകളുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന രേണു സുധി. ആക്ച്വലി വിധവകളുടെ പ്രതിനിധിയായിട്ട് എനിക്ക് രേണു സുധിനെ തോന്നുന്നില്ല. വിധവകളുടെ പ്രതിനിധിയൊക്കെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയായിരിക്കുമോ വേണ്ടത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധി ഇന്ന് പറയും ഞാൻ ഇനി ലൈഫിൽ ആരെയും കല്യാണം കഴിക്കത്തില്ല, എൻ്റെ സുധിച്ചേട്ടൻ്റെ ഓർമ്മകളുമായിട്ട് ഞാൻ ജീവിക്കും, അല്ലെങ്കിൽ സുധിച്ചേട്ടനും ഉള്ളിടത്തോളം കാലം ഞാൻ കല്യാണം കഴിക്കില്ല എന്നായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ പറഞ്ഞത്. പിന്നെ ഓരോരുത്തരൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിഷ്ടം ലിവിങ് ടുഗദറാണ്. കുറേ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും എടുത്ത് ഞാൻ ഇവിടെ വെക്കാൻ വേണ്ടി പോകുന്നില്ല, കാരണം നിങ്ങളൊക്കെ കണ്ടതായിരിക്കും. ഓക്കെ, അപ്പം എനിക്ക് ലിവിങ് ടുഗദറാണ് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും ഞാനൊരു മുസ്ലിമിനെ കല്യാണം കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് പറയും എന്നെയും എൻ്റെ പിന്നെ മക്കളെയും ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മക്കളെ അതുപോലെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവരെ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞ്, ഇതാണോ ഒരു വിധവയുടെ പ്രതിനിധി ചെയ്യേണ്ടത്? അതുപോലെ തന്നെ സ്വന്തം ഭർത്താവിൻ്റെ, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മരണപ്പെട്ട ഭർത്താവിനെ അത്രത്തോളം സ്നേഹിക്കുന്ന സ്ത്രീകളൊന്നും അവരുടെ എന്താ പറയുക, അവരുടെ ട്രോഫികളോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കട്ടിലിൻ്റെ കീഴെ കൊണ്ട് വയ്ക്കുകയൊന്നും ചെയ്യാറില്ല. സോ അതിനൊരു ഉത്തരം ചേച്ചി തരൂ.
അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വിധവകളുടെ പ്രതിനിധിയായിട്ടുള്ള ആൾ ചെയ്യേണ്ട പണിയാണോ എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഓഫ് കോഴ്സ് ഈ ഇടയ്ക്ക് തന്നെ രേണുസുധിയുടെ അക്കൗണ്ടിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് റീച്ച് കുറഞ്ഞപ്പോൾ സുധിച്ചേട്ടൻ്റെ സംഭവമായിട്ട് വരുന്നു. യെസ്, ഇപ്പോൾ രേണുസുധിക്ക് ഒരു ആൽബം കുറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഇനാഗുറേഷൻ്റെ നമ്പർ ഓഫ് ഇനാഗുറേഷൻ കുറഞ്ഞു കഴിയുമ്പം ജസ്റ്റ് സുധിച്ചേട്ടൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയുമായിട്ട് വരും, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ ഒരു ഷർട്ടുമായിട്ട് വരും റീച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആണ് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെയാണോ ഒരു വിധവ ചെയ്യേണ്ടത്? ആണോ? ഇതാണോ, ഇങ്ങനെയാണോ ഒരു വിധവ ചെയ്യേണ്ടത്? അല്ല. പിന്നെ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് കിച്ചു എൻ്റെ മോനാണ്, കിച്ചു എൻ്റെ മറ്റേതാണ്. ഇപ്പോൾ കിച്ചുവിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. കിച്ചു വാ തുറന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ എന്താണൊന്നും പറയാത്തത്? അങ്ങനെയാണോ ഒരു അമ്മ, അല്ലെങ്കിൽ ഞാൻ അമ്മയാണ്, ഞാൻ അവൻ്റെ അമ്മയാണ്, അല്ലെങ്കിൽ ഇത്ര വയസ്സുള്ള 2 മക്കളുടെ അമ്മയാണ് ഞാൻ, ഇപ്പം എന്തുകൊണ്ട് പറയുന്നില്ല? ഒരു അമ്മയാണെങ്കിൽ, ഒരു റിയൽ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മക്കളോട് ഇത്രയും നാളും സംസാരിക്കാതെ മിണ്ടാതെ ഇരിക്കാൻ പറ്റില്ല. രേണുസുധി കിച്ചുവിൻ്റെ ഇഷ്യൂ കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ, കുറേ ഓൺലൈൻ മീഡിയാസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സംസാരിക്കുന്നുണ്ടോ, മോനോട് സംസാരിക്കുന്നു. അപ്പോൾ രേണുസുധി പറഞ്ഞു ഇല്ല, എനിക്ക് വീട്ടുകാർ തന്നെ കണക്ട് ചെയ്തിട്ട് വിളിക്കുന്നില്ല, പിന്നെ ഞാൻ വിളിച്ചിട്ടാണോ? അവൾ ചെല്ലണം. അത്രയ്ക്കും അമ്മ എന്നൊരു, ഞാൻ അമ്മയാണെന്ന് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല, ഡയറക്റ്റ് ചെല്ലുക, നിനക്ക് എന്താണ് ഇഷ്യൂ, അല്ലെ ഇങ്ങനെയായിരുന്നോ നീ ചിന്തിച്ചതെന്ന് പറഞ്ഞ് ഡയറക്റ്റ് പോയി സംസാരിക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ അമ്മയാണ്, ഞാൻ 2 പിള്ളേരുടെ അമ്മയാണ്, അതുപോലെ ഞാൻ സുധിച്ചേട്ടൻ്റെ ഭാര്യയാണ്, യെസ് അത് വെച്ചിട്ടാണ് കയറി വന്നത്. ഇനിയിപ്പം സുധിച്ചേട്ടൻ എന്നുള്ള പേരൊന്നും വേണ്ട, കാരണം ഓൾറെഡി രേണുസുധി എന്ന് പറയുന്നൊരു സംഭവം എല്ലാവർക്കും അറിയുന്നതാണ്. രേണുസുധി ഇനിയിപ്പോൾ എന്ത് ചെയ്താലും അവിടെയൊക്കെ റീച്ച് ഉണ്ട്. അപ്പം സുധിച്ചേട്ടനെ കൊണ്ടൊന്നും, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ കാര്യങ്ങൾ കൊടുക്കുകയൊന്നും വേണ്ട. പിന്നെ വേറൊരു കാര്യം, എല്ലാവരും പറഞ്ഞു, അതായത് എനിക്ക് തന്നെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്, ഇവർ ജീവിച്ച് പോയിക്കോട്ടെ എന്ന്. ഇവർ ജീവിച്ച് പോയിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ. ആക്ച്വലി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഓൺലൈൻ മീഡിയാസ് മുഴുവൻ ഇവരുടെ ചാനലിൽ ഇവർ ഇട്ടോട്ടെ. ഞാൻ പറയട്ടെ, ഇപ്പം നിമിഷ ബിജോ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻസും അതുപോലത്തെ വീഡിയോസും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇവരെ മാത്രം ഇത്ര ടാർഗറ്റ് ചെയ്യുന്നു എന്ന് നമ്മുടെ പുള്ളിക്കാരി ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് രേണുസുധി? ദ റീസൺ ഈസ്, ഏത് ഓൺലൈൻ ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അവിടെ മൊത്തം രേണുസുധിയാണ്. നമ്മൾ എത്ര നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ചു കൊടുത്താലും രേണുസുധിയാണ്. ആൻഡ് രേണുസുധി ഈ ഓൺലൈൻ ചാനലിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ടൻറ്റ്, അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പം എത്ര ചാനലുകൾ എടുത്തു നോക്കിയാൽ, ഞാൻ ഡെയിലി ഒന്നും രേണുസുധിയുടെ വീഡിയോസ് ഞാൻ ചെയ്യാറില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് എടുത്ത് ചെയ്യാറുള്ളത്. എങ്കിൽ തന്നെയും എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുമ്പം ദ നമ്പർ ഓഫ് രേണുസുധി വീഡിയോസ് ഇസ് വെരി കൂടുതലാണ് മറ്റുള്ള കണ്ടൻറ്റ് വെച്ച് നോക്കുമ്പം. ചില ആൾക്കാരുണ്ട് രേണുസുധിയുടെ മാത്രം കണ്ടന്റ് ചെയ്യുന്നത്. സോ ഡെയിലി രേണുസുധി കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുക. രേണുസുധിക്ക് എന്താ പറയുക, കണ്ടന്റ് കൊടുത്താലേ നിലനിൽപ്പുള്ളൂ, അത് വെച്ചിട്ട് എല്ലാവരും റിയാക്ട് ചെയ്യുന്നു, അപ്പോൾ രേണുസുധിക്ക് റീച്ച് ആവുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ രേണുസുധിയുടെ കഴിവുകൊണ്ടാണ് അവർക്ക് റീച്ചിലെത്തിയതെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഒരു പകുതിയോളം സുധിച്ചേട്ടൻ്റെ ആ ഒരു നെയിം ഉണ്ടായിരുന്നു, അതിൻ്റെ പകുതിയോളം ഈ നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റിയാണ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ പബ്ലിക്കിലേക്ക് കൊടുക്കുമ്പോൾ അതെടുത്ത് റിയാക്ഷൻ വീഡിയോസ്, റിയാക്ഷൻ ചാനലുകൾ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് രേണുസുധിക്ക് ഇത്രത്തോളം റീച്ച് കിട്ടാനായിട്ടുള്ള കാര്യം. അല്ലാതെ പാട്ട് പാടുന്നതുകൊണ്ടോ ഡാൻസ് കളിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അഭിനയിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടോ അങ്ങനെയൊന്നും അല്ല. ഈ ആൽബത്തിൽ തന്നെ അഭിനയിക്കാൻ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അടിപൊളിയായിട്ടാണോ? അല്ല. രേണുസുധി അഭിനയിച്ചു കഴിഞ്ഞാൽ റീച്ചാണ്. കാരണം രേണുസുധി അഭിനയിക്കുന്ന അഭിനയം മികവൊന്നും കാണാനല്ല, എങ്ങനെയാണ് അഭിനയിക്കുന്നത്, അല്ലെ ഈ ആൽബത്തിൽ എന്താണ് കഥ, നോർമലി ഉള്ള കഥകളൊക്കെ എന്താണ്, ഒരു കാമുകൻ, രേണുസുധി ഒരു കാമുകിയായിരിക്കും, എന്നിട്ട് അവരുടെ പ്രേമവും അവരുടെ കല്യാണവും അല്ലെ ഒളിച്ചോട്ടം, ദിസ് ഇസ് ദ പാറ്റേൺ അല്ലേ? എല്ലാ ആൽബത്തിലും ഈ ഒരു പാറ്റേൺ ആണ്. അതിൽ കൂടുതൽ വലിയ പാറ്റേണൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയധികം ചൂടായി, അല്ലെങ്കിൽ ഇത്രയധികം രോക്ഷാകുലയായിട്ട് രേണുസുധിക്ക് വേണ്ടി സംസാരിക്കേണ്ട ആവശ്യമില്ല. രേണുസുധി ഇന്നിവിടെ നിൽക്കാനുള്ള കാരണം ഈ റിയാക്ഷൻ വീഡിയോസ് തന്നെയാണ്. അതായത് രേണുസുധി ഓൺലൈൻ ചാനലുകളിൽ കണ്ടന്റ് കൊടുക്കുന്നു, അതെടുത്ത് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്, അല്ലേ? പിന്നെ സുധി എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ രേണുസുധിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. രേണുസുധിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കുക, എല്ലാ റീൽസിലും വരുന്ന കമൻസ് നോക്കുക, ദ നമ്പർ ഓഫ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവ് കമൻറ്റിൻ്റെയും പെർസെൻറ്റേജ് നോക്കുക. എന്നിട്ട് നിങ്ങൾ പറ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന്.
ലക്ഷക്കണക്കിന് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആ കമൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം. നിങ്ങൾ കുറേ എന്താ പറയുക, ജാസി, പിന്നെ ദീപ്തി കല്യാണി, പിന്നെ ആരാണ് ശ്രീലക്ഷ്മി, പിന്നെ നിങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഷഫീന ബീബി തോറ്റ് പിന്മാറുമെന്ന്. ഇന്നും ഷഫീന ബീബി ഇട്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്ന രേണുസുധിനെ കുറിച്ച് തന്നെയാണ്, അല്ലാതെ തോറ്റ് പിന്മാറിയിട്ടൊന്നുമില്ല ഗൈസ്. നിങ്ങൾക്കത് ഷഫീന ബീബിയുടെ ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാം. പിന്നെ രേണുസുധിക്ക് ഇത്തിരിയേ ഉള്ളൂ ശരീരമുള്ളൂ, തപ്പി നോക്കിയാൽ പോലും ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു വിധവ എന്ന് പറയുന്നൊരു, അല്ലെങ്കിൽ അവർ സിമ്പിളായിട്ടാണ് നിൽക്കുന്നത്. അപ്പം എന്താ പറയുക, അപ്പം എല്ലാവരും ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു സംഭവം ഫിക്സ് ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കണം അല്ലേ, അതാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ. വിധവയുടെ ഒരു സിമ്പലാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ആ വിധവയ്ക്ക് പ്രതിനിധിയായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വിധവകളെ എന്താ പറയുക കാണിക്കുന്നത് രേണുസുധിയിലൂടെയാണെന്ന് പറയുമ്പം അവർക്കൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ്, അല്ലാതെ രേണുസുധിയുടെ വസ്ത്രധാരണത്തെ ഒന്നും ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടുന്നതാണ്, എനിക്ക് ഫീൽ ചെയ്യും, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് ഞാൻ ഇടുന്നതാണ്. അപ്പം ഞാൻ ഡ്രസ്സിനെ കുറിച്ച് പറയാൻ ആളല്ല. ഓക്കെ, അതിൽ എനിക്ക് താല്പര്യവും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പം അത് ഞാൻ പറഞ്ഞതിനോട് ഞാൻ എന്താ പറയുക, മീൻസ് നിങ്ങളുടെ ചാനലിൽ പറഞ്ഞതിനോട് ഞാനൊന്നും പറയുന്നില്ല. ദാറ്റ്സ് അപ് ടു രേണുസുധി. അത് രേണുസുധിയാണ് വിചാരിക്കണം ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം, ഞാൻ എങ്ങനെ നടക്കണം, ഞാൻ എങ്ങനെ പോകണം, ഞാൻ എൻ്റെ എന്തൊക്കെ കാണിക്കണം എന്നുള്ളത്. പിന്നെ സബ്സ്ക്രിപ്ഷനിൽ രേണുസുധിനെ മാത്രം പറയുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ബിക്കോസ് ഓഫ് ദിസ്, രേണുസുധി ഒരു എന്താ പറയുക, സുധിച്ചേട്ടൻ്റെ വൈഫാണ്. അപ്പം എന്തെങ്കിലും എന്താ പറയുക, ആ ഒരു മനുഷ്യന്, അപ്പം രേണുസുധി എന്താണ്, പാവമായിട്ട് പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു, എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നു. അപ്പം അത് സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങി ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്ന് പറയുമ്പം ഒബ്വിയസ്ലി അറിയാമല്ലോ എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അതിനുള്ള കമൻസൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഒരു വീടാണെങ്കിലും സ്ഥലമാണെങ്കിലും അത് കിട്ടിയിട്ട് രേണുസുധി എന്താണ് കാണിച്ചത്? എനിക്ക് പിന്നെ ഇങ്ങനെ വീട് തന്നു, നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ഇറങ്ങി പോകത്തില്ല. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയും, എൻ്റെ കൊച്ചിനെ വളർത്തണം, എൻ്റെ കൊച്ചിനെ നിങ്ങൾ വളർത്തിക്കോ എന്നൊക്കെയാണോ ഒരു പറയേണ്ട കാര്യം? എന്നിട്ട് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. രേണുസുധി ലാസ്റ്റ് വന്നപ്പം രേണുസുധി ഇവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓർക്കും എല്ലാ കുറ്റങ്ങളും ഷഫീന ബീബിയാണ്, അല്ലെങ്കിൽ രേണുസുധി ഭയങ്കര എല്ലാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പോസിറ്റീവാണ് എന്നുള്ളത്. മറ്റേ ആ തിരുമേനിയാണെങ്കിൽ ആ സ്ഥലം അവിടെ കൊടുത്തതെന്ന് പറഞ്ഞാൽ അവരുടെ ആ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വിറ്റുപോകാനാണ്. ഇപ്പം ഒരു പട്ടിക്കുഞ്ഞു പോലും ആ സ്ഥലത്തേക്ക് വരത്തില്ല, കാരണം ഇങ്ങനെയുള്ള ഒരാളാണ് അടുത്ത് താമസിക്കുന്നത്. അത്രയും ആ ഒരു സ്ഥലം കൊടുത്തിട്ട് ഇപ്പം ഡെയിലി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ഒരു അവസ്ഥയാണ് ആ തിരുമേനിക്ക് ഉള്ളത് അല്ലേ. അപ്പം എന്തായാലും ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യാനായിട്ട് രേണുസുധി എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഒരു കാര്യം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുക, രേണുസുധിനെ ഈ ഓൺലൈൻ റിയാക്ഷൻ ചാനലുകൾ റിയാക്ട് ചെയ്യരുത്, എന്തുകൊണ്ട് രേണുസുധി, എന്തുകൊണ്ട് നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നൊന്നും ചോദിക്കരുത്. കാരണം ആക്രമിച്ചില്ലെങ്കിൽ രേണുസുധിക്ക് ഇവിടെ റീച്ചും കാര്യങ്ങളും കുറയും. രേണുസുധി എന്ന് പറയുന്ന കണ്ടൻറ്റ് തന്നെ ഇവിടെ നിന്നില്ലാതാവും. ബിക്കോസ് അഭിനയത്തിലോ പാട്ടിലോ അല്ലെങ്കിൽ ഡാൻസിലോ ഒന്നിലും വളരെയധികം മികവൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ കുറേ പേര് പറയുന്നു ജീവിച്ച് പോയിക്കോട്ടെ എന്നുള്ളത്. നമ്മൾ റിയാക്ട് ചെയ്താൽ മാത്രമേ രേണുസുധിക്ക് ജീവിച്ച് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇത്രത്തോളം റീച്ചും കാര്യങ്ങളും ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഇന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ, ഓൺലൈൻ ചാനലുകൾ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ എന്തുകൊണ്ടാണ് ഒരു ഷോപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും രേണുസുധീനെ ഗസ്റ്റായിട്ട് വിളിക്കുന്നത്? നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവായിട്ട് നല്ലൊരു റീച്ച് ഉള്ളത് കൊണ്ടാണ്. ആ നെഗറ്റിവിറ്റിയിൽ റീച്ചായി പോയിക്കോളൂ എന്ന് വിചാരിച്ച് തന്നെയാണ് ഓൺലൈൻ മീൻസ് ഈ ഒരു എന്താ പറയുക, ഇതുപോലെ ഇനാഗുറേഷനും കാര്യങ്ങളും ഒക്കെ വിളിക്കുന്നത്. സോ നിങ്ങളെന്തായാലും രേണുസുധിയുടെ കഞ്ഞിയിൽ പാറ്റ വീഴിക്കരുത്, സപ്പോർട്ട് ചെയ്ത് ആ കഞ്ഞി കൊണ്ട് പാറ്റ ഇടിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.